Studios, welcome back to Silent Learning. It's me, Rohit. Yes, മക്കളെ 9th CBSEയിൽ ഈ അക്കാദമിക് ഇയറിൽ CBSE ബോർഡ് അഡ്വാൻസ്ഡ് സബ്ജക്ട്സ് റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. മാത്സും സയൻസും ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കും CBSE ബോർഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞു. അതിലെ മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സെറ്റ്സ്. എന്താണ് സെറ്റ്? ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എടാ, നിങ്ങൾ സെറ്റ്സ് എന്നുള്ളത് ഡെയിലി ലൈഫിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? സെറ്റ്സ് ഒരു സെറ്റാന്ന് പറയൂല്ലേ. അതല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ സെറ്റ് കേട്ടിട്ടുണ്ടോ? അവർ സെറ്റാണ്. അങ്ങനെയല്ലാതെ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ സെറ്റ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? സെറ്റ് ഒരു സെറ്റ് ഓഫ് കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നോട്ട് ബുക്സ് അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മാത്സിലേക്ക് വരുന്ന സമയത്ത് സെറ്റ്സിന് കുറച്ചുകൂടെ ഡീപ്പറായിട്ടൊരു മീനിങ് ആണുള്ളത്. ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്നാണ്, അല്ലെങ്കിൽ എലമെൻറ്റ്സ്. ഒരു സെറ്റ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്, അല്ലെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ അവർ ഓരോരുത്തർ എഴുതുക. അതൊരു സെറ്റാണ്. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ്. അത് ഞാൻ എഴുതിയാലും ഒരേ ആൻസർ ആയിരിക്കും കിട്ടുക, നിങ്ങൾ എഴുതിയാലും ഒരേ ആൻസർ ആയി കിട്ടുക. ഐ മീൻ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ് കാണുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് യുവർ നെയിം ഈസ് റോഹൻ, എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ എഴുതിയാലും നീ എഴുതിയാലും ഒരേ ആളുകളുടെ പേരുകളാണ് വരിക അല്ലേ. ആണ്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ റിവേഴ്സ് ഇൻ കേരള. ഓൾ റിവേഴ്സ് പുഴകൾ, കേരളത്തിലെ പുഴകൾ. അത് ഞാൻ എഴുതിയാലും ആൻസർ സെയിം ആയിരിക്കും, നിങ്ങൾ എഴുതിയാലും ആൻസർ സെയിം ആയിരിക്കും. അൺലെസ് നമ്മൾ ആരെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. ശരിയായിട്ടാണ് നമ്മൾ എഴുതുന്നത് വെച്ചാൽ നമ്മൾ ആരെഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും അല്ലേ. ഇനി 100 കോടി അടിച്ച 100 കോടി ക്ലബിൽ കയറിയിട്ടുള്ള 100 crore ക്ലബിൽ കയറിയിട്ടുള്ള 2026 ഫിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും ഒരേ സെറ്റായി വരിക അല്ലേ. ഒരേ സെറ്റായി വരിക. സെയിം സിനിമകളാണ് നമുക്ക് എഴുതാനുള്ളൂ അല്ലേ. അതിലൊരു കൺഫ്യൂഷൻ ഇല്ല ആർക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് സം ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലാത്തതുണ്ടോ? ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ബെസ്റ്റ് ആക്ടേഴ്സ് ഇൻ കേരള, ഈസ് ദാറ്റ് എ സെറ്റ്? ഒരു സെറ്റാണോ? ബെസ്റ്റ് 5 ആക്ടേഴ്സ് ഇൻ കേരള, ഈസ് ദിസ് എ സെറ്റ്? ഇതൊരു സെറ്റാണോ മക്കളെ? ഞാൻ പറയും ബെസ്റ്റ് 5 ആക്ടേഴ്സ് ആയിരിക്കും ശേഷം ഞാൻ പറയും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, ദെൻ പൃഥ്വിരാജ്, ആസിഫ് അലി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നാൽ നിങ്ങൾ പറയും ഫഹദ് ഫാസിൽ, ടോവിനോ തോമസ്, നസ്ലൻ, ദെൻ ഈശ്വര നടന്മാരെ പേരൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ ദൈവമേ, കുഞ്ചാക്കോ ബോബൻ, ജയറാം. നിങ്ങൾ ഇതായിരിക്കും പറയുക അല്ലേ. നിങ്ങളുടെ ഫ്രണ്ട് പറയുക വേറെ ആയിരിക്കും. നമ്മൾ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ആണ് അല്ലേ. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ക്രൈറ്റീരിയ അല്ലല്ലോ അവിടെ. ബെസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഇവരൊക്കെയാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് അവരൊക്കെയാണ് അല്ലേ. അതിനെനിക്ക് അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അറ്റ് ദ സെയിം ടൈം ഫോർ എക്സാമ്പിൾ പറയുകയാണ് ഭാരതരത്ന വാങ്ങിയിട്ടുള്ള ബെസ്റ്റ് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതരത്ന വാങ്ങിയിട്ടുള്ള ബെസ്റ്റ് ആളുകൾ എന്നല്ല, ഭാരതരത്ന വാങ്ങിയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ അവരൊക്കെ എഴുതണം അല്ലേ. അത് ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും സെയിം എന്തിനേ വരിക അല്ലേ. അവർ കിട്ടിയ ആളുകളുടെ എണ്ണം കറക്റ്റായിട്ട് നമുക്ക് വരും അല്ലേ. പക്ഷെ അതല്ലാതെ ബെസ്റ്റ് 10 ക്രിക്കറ്റ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് മൊത്തം ഇന്ത്യക്കാരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എഴുതുന്ന മൊത്തം ഓസ്ട്രേലിയൻ പ്ലെയേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും വെൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അതിനെയാണ് നമ്മൾ സെറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അതിൻ്റെ അതിലെ ഓരോന്നും എലമെൻറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് കേരളത്തിലെ പുഴകൾ ദ റിവേഴ്സ് ഓഫ് കേരള. ഓക്കെ, റിവേഴ്സ് ഇൻ കേരള. അപ്പോൾ അത്രയും റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ റിവറിൻ്റെ പേരായിട്ട് നമ്മൾ എഴുതും അല്ലേ. കാവേരി, ഭാരതപ്പുഴ, അങ്ങനെ നമ്മൾ എഴുതി പോകും അല്ലേ.
കറക്റ്റ് എല്ലാ റിവേഴ്സും നമ്മൾ എഴുതും. നമുക്കൊരു ഗൂഗിൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് റെഫർ ചെയ്തിട്ട് നമ്മൾ എല്ലാ റിവേഴ്സും എഴുതും അല്ലേ. അത് ഞാൻ എഴുതിയാൽ ശരി, നിങ്ങൾ എഴുതിയാൽ ശരി, നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. തെറ്റിപ്പോയത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആയിരിക്കണം, നമ്മളെല്ലാം എഴുതണം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എഴുതിയാൽ ഞാൻ എഴുതിയാലൊക്കെ ഒരേ എലമെന്റ്സ് തന്നെയാണ് നമുക്ക് എഴുതാണ്ടാവുക, ഒരേ പുഴകളിൽ നമുക്ക് എഴുതാണ്ടാവുക എല്ലാവർക്കും ആണ്. അപ്പോൾ അത് വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ഇനി 2025 നോബൽ പ്രൈസ് കിട്ടിയ ആളുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എഴുതാനുണ്ടാവുന്ന ആളുകളുടെ എണ്ണം, പേരുകൾ എന്ന് പറയുന്നതും നിങ്ങൾക്ക് എഴുതാനുണ്ടാവുന്ന ആളുകളുടെ പേരുകൾ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓർഡർ ചിലപ്പോൾ ഞാൻ പറയുന്ന ആളുകൾ, ഞാൻ എക്സ് എന്നുള്ള ആളെ പേരാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആദ്യം വൈ എന്നുള്ള ആളെ പേരായിരിക്കും പറയുന്നത്. പക്ഷേ ഓർഡർ വിഷയമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാഘവേട്ടൻ ഓസ്കാർ കിട്ടിയിട്ടുണ്ട് അല്ലേ, ഞാൻ രാഘവേട്ടനെ ആദ്യമല്ല എഴുതിയത്, അവസാനം എഴുതിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ചിലപ്പോൾ രാഘവേട്ടനെ ആദ്യം എഴുതിയിട്ടുണ്ടാവും, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ നമ്മളെല്ലാവരും പേരും, നിങ്ങൾ എഴുതിയ എല്ലാവരും പേരും ഞാനും എഴുതിയിട്ടുണ്ടാവും, ഞാൻ എഴുതിയ എല്ലാവരും പേരും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മൾ എഴുതുന്ന ആൾക്കാരുടെ പേരുകൾ എക്സാക്ട് സെയിം ആയിരിക്കും. ആ ആൾക്കാരുടെ പേരുകൾ എന്നുള്ളതിനാണ് നമ്മൾ എലമെന്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. സെറ്റിൻ്റെ ഉള്ളിലെ ഓരോ സാധനങ്ങളില്ലേ, അതിനാണ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എലമെന്റ്സ് എഴുതുന്ന സമയത്ത് ആരെഴുതിയാലും അത് കറക്റ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെയുള്ളതായിരിക്കണം സെറ്റ്സ്. ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കണം. അല്ലാണ്ട് ഞാൻ എഴുതുന്നതൊന്നും നിങ്ങൾ എഴുതുന്നത് വേറെ ആയിരിക്കരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിലെ ബെസ്റ്റ് 5 സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ടാവുക പഠിത്തത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും, നിങ്ങൾ പറയുന്നുണ്ടാവുക കോക്കോ മാച്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 പേരായിരിക്കും അല്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് അതൊക്കെ ഓരോ പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെറ്റല്ല, അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. മനസ്സിലായോ? ഒരു എന്താ പറയുക, കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടില്ല അവർ. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അതുകൊണ്ട് തന്നെ അത് സെറ്റ് അല്ല. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ആ ഒബ്ജക്ട്സിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നും പറയാറുണ്ട് കേട്ടോ, മെമ്പേഴ്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതാണ് സെറ്റ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇത് മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബാക്കി പല കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അഡ്വാൻസിൻ്റെ ക്ലാസ്സുകൾ നിഞ്ച CBSEയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ജോയിൻ ചെയ്യുക. കാരണം 9th CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നിഞ്ച ബാച്ച്. അതിൽ നോർമൽ സബ്ജക്ട്സിൻ്റെ കൂടെ നിങ്ങളെ അഡ്വാൻസ്ഡ് ലെവൽ പേപ്പേഴ്സൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ അഡ്വാൻസിൻ്റെ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഒട്ടും സമയം ലേറ്റ് ആയിട്ടില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് അതോടൊപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആകെ ഒരു കൊല്ലത്തേക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 4000 സംതിങ് ആണ്. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾ ബേസ് പ്ലാൻ എടുക്കേണ്ട, ബേസ് പ്ലാൻ എടുക്കാൻ ഞാൻ പറയില്ല. 3 പ്ലാനാണുള്ളത്: ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ. നിങ്ങൾ ഇൻഫിനിറ്റി പ്ലാനോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാനോ ചൂസ് ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്ന നമ്മുടെ അടിക്കൂടെ സ്ക്രോൾ പോകുന്നുണ്ട്, ആ സ്ക്രോളിൽ കാണുന്ന നമ്പർ വഴി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഈച്ച് റുപ്പീസിന് 1 രൂപയ്ക്കടക്കം അതിൻ്റേതായിട്ടുള്ള വാല്യൂ സ്റ്റൈലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഞങ്ങളെ ഭാഗത്ത് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, തന്നുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്, പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കൊല്ലാണെങ്കിലും ഈ കൊല്ലാണെങ്കിലും ഒക്കെ നമ്മൾ അതിനായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഔട്ട്പുട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുക, കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ക്ലാസ് കയറാണ്ട് നടന്നുകൊണ്ട് ഒരു കാര്യമില്ല. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക, ഞങ്ങൾ തരുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ മക്കളെ. ബൈ.